വാത്സല്യമുള്ള സഹോദരങ്ങളെ, കരയുവാൻ എല്ലാവർക്കും ഒരു കാരണം ഉണ്ട്. There is a reason to pray out. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ടെന്നാണ് ചന്ദനത്തിരികളുടെ പരസ്യം പോലും പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ രാത്രിയിൽ പറയട്ടെ, കരയാൻ എല്ലാവർക്കും ഒരു കാരണം ചങ്കിനകത്ത് ഉണ്ട്. കാരണമെല്ലാം നമ്മൾ കൊളുത്തിയതായിരിക്കണമെന്നില്ല. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നിയുണ്ടെന്ന് ബൈബിള് പറയുന്നു. ഞാൻ കൊളുത്താതെ എനിക്ക് ചുറ്റും എരിയുന്ന അഗ്നി എന്നെ പടപ്പിച്ചു കളയുകയാ. പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. അല്ല, അതിനു മേലെ കരയാൻ എല്ലാവർക്കും ഒരു കാരണമുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെയാ പറയുന്നത്: മനുഷ്യ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പകലാണ് വിശ്വാസം. മനുഷ്യൻ്റെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ പകലാണ് വിശ്വാസമെങ്കിൽ പകലിനു ശേഷം കട്ട പിടിച്ച കൂരിരുട്ടു നിറഞ്ഞ കൺമുമ്പിലുള്ളവരെ പോലും കാണാൻ പറ്റാത്ത ഒരു കൂരിരുട്ടുണ്ട്, ഒരു രാത്രിയുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറഞ്ഞു തരികയാ, മക്കളെ, മനുഷ്യന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ പകലാണ് അവന്റെ ശുദ്ധ വിശ്വാസമെങ്കിൽ മനുഷ്യന്റെ ആധ്യാത്മിക ജീവിതത്തിന് ഒരു ഇരുൾ രാത്രിയുണ്ട്. അതിൻ്റെ പേരാണ് നൊമ്പരം നിറഞ്ഞ, സങ്കടം നിറഞ്ഞ യാതനയുടെ സഹനത്തിൻ്റെ നിമിഷങ്ങൾ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഇവിടെ പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ള കാര്യങ്ങൾ പഠിക്കുന്നതാണ് മരിയ ഭക്തിയുടെ കേന്ദ്രബിന്ദു. എൻ്റെ ജീവിതത്തിൻ്റെ കീറാമുട്ടിയായ ഈ സഹനത്തിൽ ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നും ഇനി നാളെയും കേൾക്കാൻ പോകുന്ന മനുഷ്യന്റെ പരിദേവനം ഇതാണ്: എനിക്കെന്തേ ഇങ്ങനെ? ഇത് ചോദിച്ച് തീരുന്നന്ന് ഭൂമി അവസാനിക്കും. മനുഷ്യൻ ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും. മറിയം അതിനുത്തരം തൻ്റെ ജീവിതത്തിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് കേൾക്കാൻ കഴിയുന്നതാണ് മരിയ ഭക്തിയുടെ മഹത്വം. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 35 മുതലാണെന്ന എൻ്റെ ഓർമ്മ, ഇങ്ങനെയൊരു ഭാഗം കിടപ്പുണ്ട്: കൈക്കുഞ്ഞിനെ കൈകളിലെന്തി അഴകഴും മറിയം അന്ന നടവെച്ച് ദേവാലയത്തിൻ്റെ നടവഴികൾ ഏറി വരുമ്പം ആരും വിളിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ കാറ്റ് വിളിച്ചു കൊണ്ടുവന്ന ഒരു വ്യക്തി, വയോധികനായ ഒരു വ്യക്തി, അമ്മ മറിയത്തിൻ്റെ വരവും കാത്ത് ദേവാലയത്തിൻ്റെ ആനവാതിലിൽ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ട് കുഞ്ഞിനെ കൈകളിലേക്ക് ഏറ്റുവാങ്ങി ശമയോൻ. എന്നിട്ട് കുഞ്ഞിനെ കൈകളിലെടുത്തിട്ട് ശമയോൻ പറഞ്ഞു: എടി മറിയ കൊച്ചേ, മറിയമേ, കന്യക മറിയമേ, കുഞ്ഞേ, മകളെ, നീ ഭാഗ്യവതിയാണല്ലോ, നീ ഭാഗ്യവതിയാ. ഇവൻ അനേകരെ ഉയർത്തും. ഇവൻ നിസാരക്കാരനല്ല, ഇവൻ അനേകരെ താഴ്ത്തും. ഇവൻ വിജാതിയർക്ക് വെളിവിൻ്റെ വെളിച്ചമാണ്. ഇവൻ തർക്കത്തിൻ്റെ വിഷയമാണെങ്കിലും ശക്തനാണ്. ഉണ്ണിമിശിഹായെ കൈകളിലേന്തി അമ്മയ്ക്ക് കുളിരുകോരുന്ന, അമ്മയുടെ മനസ്സ് കുളിർക്കുന്ന, അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന, വളരെ സന്തോഷം കൊണ്ട് ഏത് അമ്മയുടെ ഹൃദയം കുളിരുകോരുന്ന വർത്തമാനങ്ങൾ ശമയോൻ പറഞ്ഞു. ഇവൻ അനേകരുടെ മുമ്പിൽ കൃപയുടെയും ശക്തിയുടെയും അടയാളമാണ്. എന്നിട്ട് കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് ബൈബിള് പറയുകയാ, ശമയോൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഐ റിപ്പീറ്റ്, ശമയോൻ അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പറഞ്ഞ വചനങ്ങളുടെ എല്ലാം കിരീടമായ ഒരു വചനം,
മറിയക്കുഞ്ഞേ, കന്യകപ്പെണ്ണേ, നിന്റെ ചെറുക്കൻ, നിന്റെ മകൻ അനേകരെ ഉയർത്തുന്നവനാണ്, ശക്തനാണ്, ഒരടയാളമാണ് എന്നൊക്കെ പറഞ്ഞ് വാ അടയ്ക്കും മുമ്പ് കുഞ്ഞിനെ തിരിച്ചു കൊടുത്തിട്ട് കൈ രണ്ടും ഉയർത്തി അനുഗ്രഹിച്ചു കൊണ്ട് പറഞ്ഞു. അനുഗ്രഹം തീർന്നില്ല കേട്ടോ കന്യക മറിയമേ, അനുഗ്രഹം തീർന്നില്ല. സ്വർഗം നിനക്കൊരു അനുഗ്രഹം തരുന്നു, അനുഗ്രഹത്തിന്റെ പൂർണ്ണത തരുന്നു. കൈ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കടക്കും. സഹോദരങ്ങളെ, ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന ഒരു മഹാപ്രബോധനമായത്. കുഞ്ഞിനെ കൊടുത്തിട്ട് ശമയോൻ ഈ വാക്ക് പറയുന്നത്, ഇത്രയും നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ട്, കന്യക മറിയമേ, നീ കുഞ്ഞിനെ യൗസേപ്പിൻ്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തേ, ഇത്രടം വരെ നീ ഒന്ന് വന്നേ, എനിക്ക് നിന്നോട് സ്വകാര്യമായൊരു കാര്യം പറയാനുണ്ട്, നീ വിഷമിക്കുകയൊന്നും ചെയ്യരുത്. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതല്ലേ, അതുകൊണ്ട് ഇതിനപ്പുറം ഒരു സഹനം നിനക്ക് വരുന്നുണ്ട്. എനിക്ക് പറയാൻ പോലും തോന്നുന്നില്ല ഈ സന്ദേശം, എങ്കിലും എനിക്ക് നിന്നോടിത് പറഞ്ഞേ പറ്റൂ, നീ ദുഃഖിക്കരുത്, എനിക്കും വിഷമമുണ്ട് കേട്ടോ എന്നിങ്ങനെ മേമ്പൊടി വർത്തമാനങ്ങൾ പറഞ്ഞിട്ടല്ല അല്ല 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 ശമയോൻ അവളെ നോക്കി അവന് പകരാവുന്ന പരമാവധി പരിശുദ്ധ പുഞ്ചിരി പകർന്ന് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മറിയമേ, അനുഗ്രഹത്തിന്റെ അങ്ങേയറ്റം സഹനത്തിലാണ് കൊളുത്തിയിരിക്കുന്നത്. മറിയ കുഞ്ഞേ, അനുഗ്രഹത്തിന്റെ വാൾ, ഈ വാൾ ലോകത്തിന് കീറി മുറിക്കുന്നതാണെങ്കിലും നിന്റെ ഹൃദയത്തെ പിളർക്കുമെങ്കിലും ആ വാളിൻ്റെ പേര്, സ്വർഗമിട്ടിരിക്കുന്ന പേര് അനുഗ്രഹത്തിന്റെ വാളെന്നാണ്. ഈ സഹനം നിന്നെ തവിടുപൊടിയാക്കുമെങ്കിലും അതിന് സ്വർഗം വിളിക്കുന്ന പേര് അനുഗ്രഹത്തിന്റെ വാളെന്നാണ്. കേൾക്കാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ ജീവിതത്തിൻ്റെ മുകളിൽ പറന്നാടുന്ന സങ്കടത്തിൻ്റെ വാളുകൾക്ക് മുകളിൽ ഹൃദയരക്തം കൊണ്ട് അനുഗ്രഹവാളെന്ന് എഴുതി വെക്കാനുള്ള അഭിഷേകത്തിര ഇന്ന് ഈ ഹാളിലൂടെ കടന്നു പോകട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഇതൊരു അഭിഷേകമാണ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, അമ്മ മറിയം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വ്യക്തമായി പഠിപ്പിച്ച ഒരു സഹായവും ഒരു പാഠവുമാണിത്. നിന്നെ തകർക്കുന്ന സഹനങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാളാണത്രേ. അതുകൊണ്ടാണ് റോമാലേഖനം 8:18 വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വത്തോട് തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്ന ദണ്ഡങ്ങൾ, നമ്മളെ പിടിച്ചുലയ്ക്കുന്ന ദണ്ഡങ്ങൾ നിസാരമാണെന്ന് കരുതാൻ നമുക്ക് പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ്. പണ്ട് നമ്മുടെ ഇല്ലങ്ങളിൽ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരിയ്ക്കുമ്പം പടിപ്പുരയുള്ള വീടുകളിൽ പാതയോരം ചെന്നവസാനിക്കുന്ന പടിപ്പുര, പിന്നെ വീടിൻ്റെ ഉമ്മറപ്പടി, അങ്ങനെ ഉമ്മറപ്പടിയിൽ തമ്പ്രാൻ ചമഞ്ഞ് ഒരു ശ്രേഷ്ഠ ബ്രാഹ്മണൻ ഇരിക്കുമ്പോൾ പടിപ്പുരയുടെ പുറകിൽ ഒരു മറക്കുട കണ്ടാൽ ഇരിക്കുന്ന ആൾക്കുറപ്പാണ് ഈ മറക്കുടയുടെ പിന്നാലെ അതിൻ്റെ മറയത്ത് മിക്കവാറും സുന്ദരിയായ ഒരു സ്ത്രീ ഉണ്ടാവും. മറക്കുടയുടെ മറവിൽ ഒരു സുന്ദര സ്ത്രീ ഉണ്ടാകും, ഒരു സുന്ദരി ഉണ്ടാവും. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പടിപ്പുരകളിൽ കാണുന്ന മറക്കുടകൾ, സങ്കടത്തിൻ്റെ മറക്കുടകളുടെ പിന്നിൽ, വേദനകളുടെ മറക്കുടകളുടെ പിന്നിൽ, യാതനകളുടെ മറക്കുടകളുടെ പിന്നിൽ, അനുഭവിക്കുന്ന തെറ്റിദ്ധാരണകളുടെ മറക്കുടകളുടെ പിന്നിൽ, അന്യായമായ പീഡനങ്ങൾ എന്ന മറക്കുടകളുടെ പിന്നിൽ അനുഗ്രഹം എന്ന സൗന്ദര്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ചിന്തിക്കാനല്ല,
അനുഭവിക്കാനുള്ള ഭാഗ്യമാണ് ഇന്ന് ചോദിച്ചു വാങ്ങേണ്ടത്. വലതുകരം ഉയർത്തി ഹല്ലേലൂയ. പണ്ട് വീട്ടിൽ പ്രത്യേകിച്ച് തുലാവർഷക്കാലത്ത്, തുലാവർഷത്താണല്ലോ ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ ഇടികുടുങ്ങി വൈകുന്നേരത്തെ മഴ, ഒക്ടോബർ മഴ, തുലാവർഷം അങ്ങനെയാണല്ലോ. വൈകുന്നേരം 3:30 മണിയാകുമ്പോൾ ആകാശം ചുരുണ്ടുകൂടി ആരാണ്ടോടൊക്കെ അവിടെ മേൽത്തട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കും പോലെ ഇടികുടുങ്ങി നമ്മുടെ ചങ്ക് എത്ര തവണയാ പൊടിഞ്ഞിരിക്കുക, എന്നാ ഇടികുടുക്കുക. അങ്ങനത്തെ ഒരു രാത്രികളിലെ ചില സംഭവങ്ങൾ ഓർമ്മയിൽ വരുന്നു. പണ്ട് വീട്ടിൽ, ഞങ്ങളുടെ വീട്ടിൽ പറഞ്ഞ് മടുത്ത കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിലെ ആളുകൾ നിങ്ങൾക്ക് എണ്ണിത്തീർക്കാൻ പറ്റത്തില്ല. എനിക്ക് തന്നെ ബോധമില്ല എത്ര പേരാ ഞങ്ങളുടെ വീട്ടിൽ. ഇപ്പോൾ കുടുംബത്തിൽ 1-2 തലമുറയിൽ എത്ര പേരാന്ന് എനിക്കറിയില്ല. കൊച്ചുമക്കളുടെ പേര് പോലും അറിയത്തില്ല, അതായിപ്പോയി. കാരണം 12 മക്കൾ, അവരുടെ ഭാര്യമാർ, അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ മക്കളോടെ ചേർന്ന് സത്യത്തിൽ ഒരു പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് വിജയിപ്പിക്കാനുള്ള ആൾക്കാർ ഞങ്ങളുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പമായിരിക്കുമ്പം ഇന്നത്തെ പിള്ളേരെ പോലെ എല്ലാവർക്കും 2 ബെഡ്ഷീറ്റ്, 2 തലവണ, ഒന്ന് കിടക്കാൻ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ, അതൊന്നുമില്ല. അന്ന് 3 പേർക്ക് 1 പുതപ്പ്, 4 പേർക്ക് 2 പായൊക്കെ അടങ്ങി ഒതുങ്ങി കിടന്നോണം, അല്ലെ പുറത്തിറങ്ങിപ്പോയി കിടന്നോണം. മര്യാദയ്ക്കകത്ത് കിടക്കാം. കട്ടിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവാസ്വപ്നമാണ്. കട്ടിലെന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവാസ്വപ്നമാണ്. അത് കിട്ടിയെങ്കിലായി. അത് അപ്പനും അമ്മയ്ക്കും മൂത്ത ചേട്ടന്മാർക്കും സപ്രപഞ്ചം പോലെ ഉപയോഗിക്കാനുള്ളതാണ്. പിന്നെ പകലെങ്ങാനും വേണമെങ്കിൽ അവർ കാണാതെ കയറി കിടന്നാലേ കട്ടിലനുഭവം കിട്ടത്തുള്ളൂ. മത്സല്യമുള്ളവരെ, അപ്പം ഈ മഴ വരുമ്പം ഒരുമാതിരി ബ്രഹ്മാണ്ഡമായൊരു പുതപ്പ്, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ 3 അഴിയുള്ള ജനലിൻ്റെ ഒരഴിക്ക് പുതപ്പ് കെട്ടിയിട്ട് അപ്പുറത്തെ അഴിക്ക് കൊണ്ട് കെട്ടും. അപ്പോൾ ഒരു കൂടാരം പോലെയാകും. ഇതിനകത്ത് കുഞ്ഞുങ്ങളും പൃങ്ങണികളും എല്ലാം അവിടെ കയറി ഇങ്ങനെ കൂടാരം കെട്ടിയിരിക്കുക. ഇടിയേക്കത്തില്ലെന്നൊരു ചിന്തയിലാണ്, പേടിച്ച് പറങ്ങലിച്ചിരിക്കുക. എന്നാൽ ഇതുകൊണ്ട് കെട്ടിയിരിക്കുന്ന എവിടെ? ജനൽക്കല. ഇടി വന്നാൽ ഡിം, എന്നാലും അവിടെയാണ് ഇരിക്കുന്നത്. കഥകളെല്ലാം അടച്ച് ഇതിനകത്ത് ഇങ്ങനെ കുത്തിപ്പിടിച്ചിരിക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അമ്മച്ചി ഈ ചെറിയ പുതപ്പ് പൊക്കിയിട്ട് അകത്തോട്ടൊരു പാത്രം നീട്ടും. അതിനകത്ത് വറുത്ത കടല, വറുത്ത കപ്പലണ്ടിയൊക്കെ വെക്കും. നല്ലൊരു സുഖമാണ്. നല്ല മഴയത്ത് അമ്മയ്ക്ക് വേറൊരു പണിയില്ല, നമ്മളിതിനകത്ത് കയറിയിരിക്കും പേടിച്ചിട്ട്. അമ്മ പാവം അപ്പോഴും പോയി കടല വറുത്ത്, നല്ല ചൂട് കടലയൊക്കെ, ആ ചൂട് കടല കൊണ്ട് എൻ്റെ പല്ല് വരെ കൊഴിഞ്ഞിട്ടുണ്ട്. എന്നോ ചൂടാ, എന്ത് രസമാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയ്ക്കറിയാം ഈ കൂടാരത്തുണിക്കകത്ത് തൻ്റെ ജീവനായ മക്കളുണ്ട്. അമ്മ എല്ലാവരും ഇങ്ങനെ പൊക്കി നോക്കിയിട്ടൊന്നുമല്ല, ആ അകത്തൂടെ അങ്ങോട്ട് കൈ ഇട്ടാൽ മതി, പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. അൻസ്പ്രേയുടെ പരസ്യം പോലെ തന്നെയായി പോവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അമ്മയ്ക്കറിയാം ഈ പുതപ്പിൻ്റെ അകത്ത് തൻ്റെ മക്കളുണ്ട്. സഹനം ഒരു സ്നേഹപ്പുതപ്പാണ്. സഹനം സത്യമായും ഒരു സ്നേഹപ്പുതപ്പാണ്. കേൾക്കാൻ ഇഷ്ടമുള്ളതാവണമെന്നില്ല. സഹനം ഒരു സ്നേഹപ്പുതപ്പാണ് സഹോദരങ്ങളെ. അതിനടിയിൽ മുഴുവനും കൃപയും സ്നേഹവും വിജയങ്ങളുമാണ്. കാണുമ്പോൾ വെറും ഒരു കമ്പിളിപ്പുതപ്പ് പോലെ തോന്നും. അതിനടിയിൽ മുഴുവനും കൃപയും സ്നേഹവുമാണ്. വെളിപ്പെടാനിരിക്കുന്ന ഒരു മഹത്വം എൻ്റെ ഈ സങ്കടത്തിൽ മറക്കുട ചൂടി നിൽക്കുന്നു എന്നറിഞ്ഞാലേ മറിയത്തെ പോലെ സഹനങ്ങളെ എതിരേറ്റ് നിൽക്കുവാൻ സാധിക്കൂ. സഹോദരങ്ങളെ, ബാംഗ്ലൂർ ഈ കൺവെൻഷന് വരുമ്പോൾ എനിക്ക് ജീവന് ഭയമുണ്ടാക്കുന്ന ഒരു വലിയ അപകടം ഇവിടെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ എനിക്ക് മുന്നമേ തിരിച്ചറിയാൻ പറ്റിയെന്നിരിക്കട്ടെ. കേരളത്തിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ ഈ ബാംഗ്ലൂർ കൺവെൻഷന് വന്നാൽ എൻ്റെ ജീവനൊരു അപകടമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ വരുമോ? വരാൻ സാധ്യതയില്ല. കാരണം ഇവിടെ വരാനിരിക്കുന്ന ഒരു അപകടം ഇല്ലെങ്കിൽ നിങ്ങളൊരു ചെക്കപ്പിന് പോയി, നിങ്ങളൊരു പെട്ടെന്നൊരു തലവേദന പോലെ വന്നിട്ടൊരു ചെക്കപ്പിന് പോയി, ഇവിടുത്തെ ഉന്നതമായ ആശുപത്രി ചെന്നു. ഒറ്റയ്ക്കാണോ വന്നിരിക്കുന്നത്? അല്ല, എൻ്റെ ഭാര്യയുണ്ട്. 5 അടി പൊക്കം, 6 അടി പൊക്കം, അജാനുബാഹുക്കൾ, പാറ പോലെ ഉറപ്പുള്ള ദേഹവും പാദങ്ങളും, കണ്ടാൽ നല്ല തക്കടി മുണ്ടൻ. പേടിയുണ്ടോ? എന്നോടാണോ? ഒന്നുമില്ല, ഒരു പേടിയൊന്നുമില്ല. പരിശോധിച്ചോട്ടെ. തല, കാല്, നെഞ്ച്, കയ്യ്, ചങ്ക് എല്ലാം പരിശോധിച്ചു. പേടിയുണ്ടോ? ഡോക്ടർ പറഞ്ഞു. ഡോക്ടറെ, ഭയമുണ്ടോ? ഡോക്ടറിൻ്റെ ജോലി നോക്ക് ഡോക്ടറെ. എന്നകത്തോട്ട് വന്നാട്ടെ. നിങ്ങളോട് പറയണോ ഭാര്യയോട് പറയണോ? ഞാനുള്ളപ്പോൾ എന്തിനാ ഭാര്യയോട് പറയുന്നേ? പറഞ്ഞോ ഡോക്ടറെ, നിങ്ങൾക്ക് പുതിയ മെഡിക്കൽ എത്തിക്സ് അനുസരിച്ച് ഒരു രോഗി എല്ലാ വിവരങ്ങളും അറിയണമെന്നാണ്
അതിനെന്നാ, അതൊക്കെ പറഞ്ഞു അതൊക്കെ നല്ല കാര്യം, അതൊക്കെ പോരട്ടെ. നിങ്ങളൊരു കൂടി വന്നാൽ 7 മാസം 8 മാസമേ ജീവിക്കുകയുള്ളൂ. ഒരു കടുത്ത ബ്രെയിൻ ഹെമറേജ് ഈ 8 മാസങ്ങൾക്കുള്ളിൽ ഓൾറെഡി നിങ്ങളുടെ തലയ്ക്കകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് വരികയാണ്. പരമാവധി മരുന്നിൻ്റെ സഹായമുണ്ടെങ്കിൽ 7 മാസം, ചിലപ്പോൾ അത് 2 മാസം, 2 ആഴ്ച, ചിലപ്പോൾ നാളെ 4 മാസം എന്ന് പറയുമ്പം ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടോ 7 മാസം ജീവിക്കുമല്ലോ, സ്തുതി 7 മാസം ജീവിക്കുമല്ലോ, സ്തുതി എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമോ? ഇല്ല. വരാൻ പോകുന്ന 8 മാസത്തിന് ശേഷമുള്ള 5 വർഷം കഴിഞ്ഞ് മരണത്തിൻ്റെ തീയതി എനിക്ക് എഴുതി കിട്ടിയാൽ ഞാൻ ചിലപ്പോൾ അന്ന് ശുശ്രൂഷ നിർത്തും. പിന്നെ കിടന്ന് വ്യാധി പിടിച്ച് നശിച്ചു തീരും. സഹനം നേരിട്ട് അനുഭവിക്കുക ഒരു പക്ഷേ കഴിഞ്ഞു പോകും. അങ്ങോട്ട് ചെന്നൊരു പട്ടി കടിച്ചു, അങ്ങോട്ട് ചെന്നൊരു സിംഹം പിടിച്ചു, ഒരു പാമ്പ് കൊത്തി, സഹിച്ചു പോകാം. പക്ഷെ നമ്മൾ ഇപ്പോഴേ അറിഞ്ഞു 2017 ഡിസംബർ 7-ന് 8-ാം തീയതിയുടെ തലേന്ന് അമലോത്ഭവത്തിരുന്നാണ്ട് തലേന്ന് എന്നെ പാമ്പ് കൊത്തും. നമ്മളൊരു പഴുതാരെ കണ്ടാൽ തൊടും, പേടിക്കാൻ തുടങ്ങും. വീട്ടിൽ നിന്ന് കയറേ എടുത്ത് മാറ്റും. കാരണം കയറ് കാണുമ്പോഴൊക്കെ ഞെട്ടുക. കയറിനോട് തന്നെ വിരക്തിയായി. കയറ് പോലുള്ള സാധനങ്ങളോടെല്ലാം മുള, ഈറ, ഈറ്റ എല്ലാം പേടിയായി. മൊത്തം പേടി. അരഞ്ഞാണത്തോട് വരെ പേടിയായിപ്പോയി. അത് അരേ കിടന്നുകൊണ്ട് എഴയുന്നത് കൊണ്ട് പാമ്പാണെന്ന് പേടിയാ. വാത്സല്യമുള്ള സഹോദരങ്ങളെ, വരാൻ പോകുന്ന സഹനത്തെക്കുറിച്ചുള്ള അറിവും അനുഭവവും നേരിട്ട് അനുഭവിക്കുന്നതിനേക്കാൾ 10 ഇരട്ടിയാ. ഇതാണ് മറിയം സ്വന്തമാക്കിയത്. മറിയത്തിൻ്റെ മഹത്വം അവിടെയാ. ഞാൻ ഈ പറയുന്നത് ശരിയാണോ എന്ന് ധ്യാനിച്ചു നോക്ക്. വരാൻ പോകുന്ന സകല സഹനങ്ങളെയും മറ നീക്കി ശമയോൻ കാണിച്ചു. നിന്റെ തലയ്ക്ക് മുകളിൽ സഹനം അനുഗ്രഹമായി തൂങ്ങിക്കിടപ്പുണ്ട്. മറിയം അത് ചോദിച്ചു വാങ്ങി അനുഗ്രഹത്തിൻ്റെ വാളാക്കി അതിനെ മാറ്റാൻ പറ്റിയതാണ് ഭാഗ്യം. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുമായി ചേർന്നതാണ് എൻ്റെ സുവിശേഷ പ്രസംഗങ്ങളെല്ലാം. സുവിശേഷ പ്രസംഗങ്ങളിൽ കഴിയുന്നിടത്തോളം വാട്സപ്പിലൂടെ കിട്ടിയ കഥകളോ അങ്ങനെ പറയാറില്ല പൊതുവെ. അതെൻ്റെ കുറവായിരിക്കാം. ഒരുപക്ഷെ 2 തവണ ആവർത്തിച്ച് കേട്ടാലും ചില ജീവിതത്തിൻ്റെ നേരനുഭവങ്ങൾക്ക് ചൂട് കൂടുതലാണ്. 14-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 8:30 മണിക്ക് ശാലോം ടെലകാസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ എൻ്റെ പള്ളിയില്ലേ, ഞങ്ങളുടെ പള്ളി, 67 വീട്ടുകാർ, ചങ്ങനാശ്ശേരിക്കടുത്ത് ആലപ്പുഴയുടെ അറ്റത്ത്, നീലമ്പേരൂരിനിപ്പുറേ, ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൻ്റെ ഒടുവിൽ, കോട്ടയത്തിൻ്റെ തുടക്കത്തിൽ കഴിയുന്ന ആരും അറിയാത്തൊരു ദേശം ഈര എന്ന പള്ളി. ഈ പള്ളി പണിയേണ്ട അവസ്ഥ വന്നു. എനിക്ക് പള്ളി പണിയുക ശീലമല്ല, എനിക്ക് രീതിയുമല്ല, എനിക്ക് കൺസ്ട്രക്ഷൻ അറിയത്തില്ല സഹോദരങ്ങളെ. പള്ളി പണിയേണ്ടി വന്നു. അപ്പം അറിയാമെങ്കിലും ഇല്ലെങ്കിലും ജനത്തിന് നേതൃത്വം കൊടുത്തല്ലേ പറ്റൂ. ഒരു വഴിയുമില്ല പണത്തിന്. 67 വീട്ടുകാരേ ഉള്ളൂ. 100-300 വീട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ചേർന്നും ഫോറിനേഴ്സൊക്കെ സഹായിച്ചും ഒക്കെ. ഇത് 67 വീട്ടുകാരേ ഉള്ളൂ. കൃഷിക്കാരാണ്. രക്ഷപ്പെട്ടവരും ഫോറിൻ ജോലിയുള്ളവരുമെല്ലാം കുറിച്ചി ചങ്ങനാശ്ശേരി ഭാഗത്തേക്ക് വീട് മാറിപ്പോയി. ഉള്ളവർ സാധാരണക്കാർ. അപ്പോൾ കണ്ടുപിടിച്ചു, ഒരു ബൈബിൾ ഷോ നടത്തി. എന്നോട് ക്ഷമിക്കണം, ഇത് ഞാൻ 1000 വട്ടം പറഞ്ഞതാണ്. ഈ ശുശ്രൂഷയിൽ ഇത് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അഥവാ കേട്ടവർക്ക് അതൊരു അഭിഷേകമായി വരട്ടെ. ഒരു ബൈബിൾ ഷോ കണ്ടുപിടിച്ചു. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് ഷോ. ടിക്കറ്റ് വെച്ചാണ് ഷോ. സിസ്റ്റേഴ്സ്, അച്ഛന്മാർ, ആളുകളെല്ലാം വരും. ടിക്കറ്റ് വഴി ഒരു നല്ല തുക ഉണ്ടാക്കി പള്ളി പണി പകുതിയാക്കണം. കാളവണ്ടിയിൽ, കുതിരവണ്ടിയിൽ, ആളുവണ്ടിയിൽ, ബോട്ട് വണ്ടിയിൽ എല്ലാം പരസ്യത്തോട് പരസ്യം. ടിക്കറ്റുകൾ വിറ്റഴിക്കപ്പെടാൻ തുടങ്ങി. ആളുകൾ ഇതെന്താണ്, ഏതാണ്, കൗതുകം ചോദിക്കാൻ തുടങ്ങി. എന്താണ് ഈ ബൈബിൾ ഷോ, എന്താണ് ഈ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ? അവിടേക്ക് ഇച്ചിരി സന്തോഷമോ ഇച്ചിരി അഹങ്കാരമോ ഇച്ചിരി ഞെളിഞ്ഞും ഒക്കെ ഉത്തരം പറഞ്ഞു കൊടുത്ത ഒരു പ്രത്യേക ഷോയാണ്. പല സ്റ്റേജാണ്. വന്ന് കാണൂ, പറഞ്ഞാൽ മനസ്സിലാകില്ല, വന്ന് കാണൂ. ഇതാ പീലിപ്പോസ് കൊണ്ട് പറഞ്ഞത് തന്നെ പറയുന്നു, വന്ന് കാണൂ എന്നൊക്കെ പറഞ്ഞ് ഗമയടിച്ചു. ഭയങ്കരമായി ഒരുങ്ങി. 350 പേര്. മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്, നോമ്പുണ്ട്, പ്രാർത്ഥനയുണ്ട്. 350 പേര് അഭിനയിക്കുന്നു.
5-8 ലക്ഷം 10 ലക്ഷം രൂപ മുടക്കുണ്ട്. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ സ്റ്റേഡിയം ഒരുങ്ങി. 2008 സംഭവമാണ് ഞാനീ പറയുന്നത്. പത്രങ്ങൾ വാർത്ത നൽകി, നല്ല റാലി വെച്ചു, ജനം മധ്യ തിരുവിതാംകൂർ ഒരുങ്ങി. അപ്പോൾ എന്നെ നെയ്യാറ്റിൻകരയിൽ നിന്ന് വിളിച്ചു, ഞങ്ങളൊരു 50 പേരുണ്ട്, ടിക്കറ്റ് കിട്ടുമോ? ഞാൻ പറഞ്ഞു പോരും, നേരത്തെ വരണം കേട്ടോ. അങ്ങ് അണക്കരയിൽ നിന്ന് വിളിച്ചു, ഒരു സംഘം വിളിച്ച്, വരുമ്പോൾ ടിക്കറ്റ് കിട്ടുമോ? ഞാൻ പറഞ്ഞു നേരത്തെയൊക്കെ വന്നാൽ കിട്ടുമായിരിക്കും. നിലമ്പൂരിൽ നിന്ന്, പിന്നെ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്ന്, മലപ്പുറത്തുനിന്ന്, തൊടുപുഴയിൽ നിന്ന്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്, ആലപ്പുഴയിൽ നിന്ന്, കൊല്ലത്തു നിന്ന്, കൊട്ടാരക്കരയിൽ നിന്നൊക്കെ ബസ്സുകൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ കണക്ക് കൂട്ടി, ഇപ്പം തന്നെ 5-5.5 ലക്ഷം രൂപയുടെ വെറ്റഴിക്കപ്പെട്ടു. ഇതിന് അവരുടെ വരുമ്പോൾ തമ്പുരാനെ 10-20 ലക്ഷമോ പള്ളിപ്പണി പകുതിയാക്കാനുള്ള പണം കിട്ടുമല്ലോ, ദൈവത്തിന് സ്തോത്രം, പാടിയിടുവിൻ. മുന്നമേ തന്നെ പാടി ദൈവത്തെ ആരാധിച്ചു തുടങ്ങി. വാത്സല്യമുള്ളവരെ, ശുശ്രൂഷയുടെ എന്നാ കടുത്ത ചൂടായിരുന്നത്, എന്നാ ചൂടാ! എങ്ങനെ ജനം വെന്തു പോകുന്ന ആവി! ദൈവം അത് കണ്ടറിഞ്ഞിട്ടാവണം ഷോ നടക്കുന്ന അന്നൊരു 2:30 മണിയായപ്പം ചന്നം പിന്നം ഒരു തരിമണി മഴ പെയ്ത് മെല്ലെ ആ കടുകടുത്ത ചൂടങ്ങ് കൊടകൊടഞ്ഞിഴഞ്ഞ് ഒരു നനുത്ത കുളിരുള്ള കാറ്റൊക്കെ വീശി. ദൈവം എത്ര നല്ലവനാ പ്രിയപ്പെട്ടവരെ! 2:30-3 മണിക്ക് ആ മൈതാനത്തെ പൊടിയൊക്കെ തങ്ങി മനുഷ്യർക്ക് ഇരിക്കാൻ പാകത്തിനൊരു നറുകുളിർ കാറ്റിൻ്റെ മനോജ്ഞമായ തലോടലോടുകൂടി കാലാവസ്ഥ ഓശാരം പാടി നിൽക്കുകയാണ് ഈ ശുശ്രൂഷ കാണാൻ. 4-4:15 പക്ഷേ ഈ മഴ പെയ്തത് സത്യത്തിൽ ആവി കൂട്ടിയതേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കുറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പിന്നെ അങ്ങോട്ട് വേവാൻ തുടങ്ങിയില്ലേ? ദൈവം അതും കണ്ട് 4:15 ചെറിയൊരു മഴ ഒന്നുകൂടെ ഒന്ന് അനമ്പള്ളം തളിക്കുന്ന പോലെ തളിച്ച് ഒരു 10-15 മിനിറ്റ് അതങ്ങ് വീണ്ടും കുളിരാർന്ന സന്ധിക്ക് വേണ്ടി അങ്ങനെ വാതായനം തുറന്നു വെച്ചു. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഗംഭീരമായ ഉദ്ഘാടനം ദീപിക പത്രത്തിൻ്റെയും ഞങ്ങളുടെ ശുശ്രൂഷാ വേദിയായ സെലിബ്രൻസ് ഇന്ത്യയുടെയും ഈര ലൂർദ് മാതാ പള്ളിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഭിമന്യ ജോസഫ് പെരുന്തോട്ടം പിതാവ് ചങ്ങനാശ്ശേരിയുടെ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്യുകയും ആകാശം ഇടിഞ്ഞു വീഴുന്നത് പോലെ ഒരു മഴ. നിങ്ങൾ ചിരിച്ചോ? നിങ്ങൾക്ക് ചിരിക്കാമല്ലോ. തീയാളുന്നത് എൻ്റെ ഉള്ളിലല്ലേ സഹോദരങ്ങളെ? ഞാൻ നോക്കിയപ്പം സാക്ഷാൽ പരിശുദ്ധ കന്യാമറിയം ജപമാല ചൊല്ലുന്നത് ഞാൻ അന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. മേയ്ക്കപ്പെട്ട് നിൽക്കുന്ന മാതാവ് കൊന്ത എടുത്ത് പിടിച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്നത് മാതാവ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ കർത്താവ് കൊന്ത ജപിക്കുന്നു അപ്പുറം നിന്നുകൊണ്ട്. മാത്രമല്ല ഇവർ രണ്ടുപേരും പൊട്ടിക്കരയുന്നു. എന്നറിയാവോ? ഇത്ര വല്ലം മഴ പെയ്യുമെന്ന് നമ്മൾ വിചാരിച്ചോ? പന്തലൊക്കെ ഇങ്ങനെ ആശുപൂശം നല്ലിട്ടിരുന്നത് വെള്ളം ചോർന്നിട്ട് മേക്കപ്പെല്ലാം ഇളകിയിട്ട് ഇവരെല്ലാം വ്യാകുലമാതാവ് നിൽക്കുന്ന പോലെ നിൽക്കുക. എല്ലാവരും കൂട്ടക്കരച്ചിലും നിലവിളിയും. വാത്സല്യമുള്ള സഹോദരങ്ങളെ, ചോദ്യം എൻ്റെ വ്യക്തിത്വത്തിൻ്റെ നേരെയാ. സ്വാഭാവികമായും ഞാൻ നോക്കിയപ്പം സ്റ്റേഡിയത്തിൻ്റെ അകത്തൊരു 3500ഓളം ആൾക്കാർ കയറിയിട്ടുണ്ട്. അവരുടെ നമ്മുടെ പാദം മുങ്ങി വെള്ളം അത് കണക്കിന് മഴ പെയ്തിട്ട് ഇറങ്ങിപ്പോകുന്നില്ല. ഇടിവെട്ടി ഇറങ്ങുന്ന സമയത്ത് മൊബൈൽ ശബ്ദിക്കുന്നുണ്ട്. കൊട്ടാരക്കാരക്കാർ വിളിച്ച് പറഞ്ഞു, അച്ഛൻ ഞങ്ങൾ അടൂർ വരെ എത്തി, ഇവിടെ മഴയാ, അവിടെ മഴയാണോ അല്ലെന്ന് പറയാൻ പറ്റുമോ? അവർ വന്നില്ല. അണക്കരക്കാർ പറഞ്ഞു, പൊൻകുന്നം വരെ എത്തി, ടിക്കറ്റ് കിട്ടുമോ? ഇവിടെ പെരുത്ത മഴയാണ്, അതുകൊണ്ടാണ് വൈകുന്നത്, അവിടെ മഴയുണ്ടോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? അവരും വന്നില്ല. അങ്ങനെ തിരുവനന്തപുരംകാരും കൊല്ലംകാരും പെരുമ്പാവൂരുകാരും നിലമ്പൂരുകാരും മലപ്പുറംകാരും തൊടുപുഴക്കാരും എല്ലാം വരവുണ്ടായില്ല. വന്നില്ലെങ്കിലും വേണ്ട, ഞാനിങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ വല്ലച്ചാതി ഇവിടെ ഈ കുന്തം നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഇടിവെട്ടി ഇറങ്ങി വെള്ളത്തിൽ കാല് വെച്ചിരിക്കുന്നവർ ചാകാതിരുന്നാൽ മതി. അങ്ങനെ വെള്ളത്തിൽ കാലും വെച്ചിരുന്ന് ഇടിവെട്ടിയാൽ 10-25 ഒറ്റയടിക്ക് ചത്തുപോകാം. ദൈവമേ, അതും കൂടെ താങ്ങാൻ മേല. പ്രിയപ്പെട്ടവരെ, അനുഭവിച്ച പച്ച യാഥാർത്ഥ്യമാണ് പറയുന്നത്. 7:30 മണിയായപ്പം പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥം തേടി ജീവിതത്തെ അമ്മയോടൊപ്പം സമർപ്പിച്ചിട്ട് എൻ്റെ സകല വേദനകളുടെയും നടുവിൽ കിട്ടാവുന്നത്രയും ശക്തി ഗാദർ ചെയ്ത് ഒരു പൊട്ടനെ പോലെ, വിശ്വാസത്തിൻ്റെ നിറവൊന്നും ഉണ്ടായിട്ടല്ല, ഒരു ചൂതുകളി പോലെ ദൈവത്തിൽ ഏതാണ്ട് അറിയാവുന്നത് പോലെ ആശ്രയിച്ചിട്ട് ഹബക്കുക്ക് 3:17 പറഞ്ഞു, അത്തിമരങ്ങൾ പൂക്കുന്നില്ലെങ്കിലും മുന്തിരിച്ചെടികൾ കായ്ക്കുന്നില്ലെങ്കിലും ആട്ടിൻ തൊഴുത്തിൽ ആടുകൾ അറ്റുപോയാലും വിളവയലിൽ ധാന്യം കണി കാണാനില്ലെങ്കിലും ഈ ശുശ്രൂഷ ഇന്നിവിടെ നടക്കുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയാൻ അത്രയ്ക്കങ്ങോട്ട് പറ്റുകയെങ്കിലും ചെയ്തപ്പം ദൈവം അതിനെ വില വെച്ചു. മഴ തോർന്നു,
ലൈറ്റുകൾ പൊട്ടിപ്പോയെങ്കിലും ഉള്ള നനുത്ത മഴയത്ത് കുറച്ചാളെ വെച്ച് ശുശ്രൂഷ നടന്നു. കടുത്ത കടത്തിലായിപ്പോയി. എന്തുകൊണ്ട് ഈ കടമെന്ന് വർഷങ്ങൾ ചോദിക്കേണ്ടി വന്നു. കാലം കഴിഞ്ഞു, കഥ മറന്നു. വാശിയായി. പള്ളിപണി എങ്ങും എത്തിയിട്ടില്ല. ടിക്കറ്റിൻ്റെ പൈസ 5.5 ലക്ഷം രൂപ, ചെലവഴിച്ചത് 9 ലക്ഷം രൂപ. പക്ഷേ ആ 9 ലക്ഷം രൂപ സഹിച്ചിട്ട് കിട്ടിയ പണം പള്ളിക്ക് വെച്ചു, അല്ലെങ്കിൽ ശരിയാവില്ലല്ലോ. പള്ളിപണി കുറച്ചങ്ങോട്ട് ആരംഭിച്ചു, നീങ്ങാൻ നിവൃത്തിയില്ല. അപ്പോൾ വീണ്ടും ഏക വഴി ഈ ബൈബിൾ ഷോകൾ, സീഡികൾ വഴിക്കൊന്നും ഒരു നിവൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് വീണ്ടും പരാജയപ്പെട്ടത് വിജയമാക്കുമെന്നുള്ള സ്വർഗീയ വാശിയിൽ ഇനി വേറെ മൈതാനത്തെങ്ങും പോകാനുള്ള വയ്യ. എൻ്റെ പൊന്നുകർത്താവേ വയ്യ. പള്ളിക്ക് നല്ല പറമ്പുണ്ട്, കൊച്ചു ഗ്രാമീണ ദേവാലയത്തിൻ്റെ നല്ല മനോഹരമായ ഗ്രൗണ്ടിൽ. അവിടെ തന്നെ ഒരു ഓശാന ഞായറാഴ്ച ഏപ്രിൽ 13-ന് ഈ ഇടവക ജനം മുഴുവനും അഭിനയിക്കുന്ന ഒരു ബൈബിൾ ഷോ വെച്ചു. ഇത്തവണ ടിക്കറ്റില്ല, ഒരു ടിക്കറ്റും ഇല്ല. പക്ഷെ എല്ലാവർക്കും വരാം. അപ്പം മനസ്സിൽ ഇങ്ങനെ കരുതി കൂട്ടി വെച്ചിരിക്കുക, ടിക്കറ്റില്ല. പക്ഷേ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. ദൈവമേ, ദശാംശം വരുന്നവരിൽ ആരെങ്കിലും ഒരു 150 പേര് ദശാംശം തന്നാൽ പള്ളി പണി മുന്നോട്ട് നീങ്ങും. ആരുടെയെങ്കിലും ഉള്ളിൽ കൊള്ളാതിരിക്കത്തില്ല. അത് കണക്കിന് ഈശോയുടെ പീഡാനുഭവം ഒരുക്കിയിരിക്കുക. ഇടവകയിലെ 200 ചില്ലുവാനം ആൾക്കാർ മുഴുവൻ അഭിനയിക്കുക. ഐറ്റല്ലിയോ മുഴുവൻ അഭിനയിക്കുക. മുഴുവൻ കൊച്ചു കുഞ്ഞുങ്ങൾ, പൊടിക്കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്നുണ്ട്. അവരെ ഗെത്സമൻ തോട്ടത്തിൽ വെച്ച് ഹെറോദോസ് ഓടിച്ച് വീഴിച്ച് കൊല്ലുന്ന കൊച്ചു 2.5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളായി പിറന്ന കുഞ്ഞുങ്ങൾ അഭിനയിക്കുന്നുണ്ട്. എന്തിനേറെ 86 വയസ്സുള്ള ഒരപ്പാപ്പൻ വരെ അഭിനയിക്കുന്നുണ്ട്. അപ്പാപ്പന് ഞാൻ നോക്കിയിട്ട് കൊടുക്കാൻ ഒരു റോള് ആദ്യം കണ്ടില്ല. പിന്നെ ഉള്ളു പറഞ്ഞു തന്നൊരു റോൾ എന്നാണെന്നറിയാവോ? കർത്താവിൻ്റെ കബറിടത്തിന് കാവൽ നിൽക്കുന്ന പടയാളിയുടെ റോൾ എന്നാണെന്നറിയാവോ? അപ്പാപ്പൻ എന്തായാലും വടിയും കുത്തിപ്പിടിച്ചേ നിൽക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ പിന്നെ കുത്തിപ്പിടിച്ച് നിന്നിട്ട് മേളിൽ ഒരു കുന്തം കൂടെ വെച്ച് കൊടുത്ത്, അപ്പോൾ പടയാളി റെഡി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എല്ലാവരും അഭിനയിക്കുന്നതാണ്. വലിയ പ്രതീക്ഷയോടെ ഞങ്ങൾ ഒരുങ്ങിയിരിക്കുക. പിന്നെ വരുന്നവരുടെ ദശാംശം എങ്ങനെയെങ്കിലും ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ആവശ്യമായിട്ടാണ് ഈ ഗതികെട്ട് ചെയ്യുന്നത്. ദശാംശം തരുന്ന ഒരു 150 പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി എല്ലായിടത്തും അറിയിച്ചു. എൻ്റെ പൊന്ന് കർത്താവേ, ഒരു 2:30 മണിയൊക്കെ ആയപ്പം തൊടുപുഴ, ആ പാലാ പ്രദേശങ്ങളിൽ നിന്ന് ഔഡി, പിന്നെ BMW, പിന്നെ വേറെ ഏതാണ്ട് W വണ്ടിയൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിത് കണ്ടിട്ട്, എൻ്റെ ദശാംശങ്ങളല്ലേ വരുന്നത്, എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റാത്ത സന്തോഷം. പ്രിയപ്പെട്ടവരെ, മല പ്രോഗ്രാം കുഞ്ഞുകളിയല്ല. 850 ലോഡ് മണ്ണ് കൊണ്ട് കാൽവരിയും അനുബന്ധ മലകളും ഒക്കെ ഉണ്ടാക്കിയിട്ട് കുരിശൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുക. ഹെറോദോസിൻ്റെ കൊട്ടാരമൊക്കെ നാടകമല്ലെന്ന് ഓർക്കണം. ഇത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയാ. 60 സെക്കൻഡ് കൊണ്ട് പടഭണ്ഡാരം കൊട്ടാരം മാറിപ്പോയിട്ട് അവിടെ കാൽവരിയായി മാറും. ജനമിങ്ങനെ കരഞ്ഞ് കുളിര് കോരും. എല്ലാം സജ്ജമാക്കിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇനിയും ആൾക്കാരുടെ ദശാംശം അള്ളിപ്പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ചങ്കീന്ന് ദശാംശം ഇങ്ങോട്ട് ചോർന്ന് വരാൻ വേണ്ടി നല്ല 1-ാം തരം വട്ടയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു 3:30-4 മണിക്ക് നമുക്കൊരു പ്രത്യേക വിശപ്പ് വരത്തില്ല പ്രിയപ്പെട്ടവർ. അപ്പം റെസിപ്പിയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നല്ല ഫസ്റ്റ് ക്ലാസ് വട്ടയപ്പം, ഒന്നാം ക്വാളിറ്റി കശുവണ്ടി ചേർക്കണം, മുന്തിരി അങ്ങനെ ചേർക്കണം, എങ്ങനെ ശർക്കര ചേർക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അല്പം ഇഞ്ചിയും കൂടെ ചേർക്കാൻ പറഞ്ഞു കൊടുത്ത് നല്ല ഫസ്റ്റ് ക്ലാസ് വട്ടയപ്പം. 1 തൊട്ടാൽ 10 അവൻ ചോദിക്കും. അത് കണക്കിന് വട്ടയപ്പം. അങ്ങനെ 10 ചോദിക്കുമ്പം ദശാംശം ചേട്ടാ ദശാംശം എന്ന് പറഞ്ഞ് ആത്മാവിലൊന്ന് തൊടാമെന്ന് ഓർത്ത് പിന്നെ പാലിൽ വെള്ളം ചേർക്കാത്ത ഫസ്റ്റ് ക്ലാസ് നറും പാലിൻ്റെ ചായ ഒട്ടകങ്ങൾ 4-5 എണ്ണം നിറച്ച് വെച്ചിരിക്കുക. 2750 കസേരകൾ. ദശാംശം പിന്നെയും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മതിപ്പ് കിട്ടാൻ വേണ്ടി ഈ കസേരയ്ക്കെല്ലാം കവർ വിട്ട് വെച്ചിരിക്കുക. അപ്പോൾ അവസാനത്തെ ഒരുക്കങ്ങൾ നടക്കുക. അപ്പം പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നമ്മുടെ കൊച്ചു ഡാൻസിന് ഒരുങ്ങുമ്പം, നമ്മുടെ കുഞ്ഞ് പാട്ട് പാടുമ്പോഴൊക്കെ നന്നായിട്ട് ശോഭിച്ച് വരുമ്പം ആളുകൾ വന്നിങ്ങനെ എത്തി നോക്കുമ്പം നമ്മുടെ കുഞ്ഞാണെങ്കിൽ നമ്മൾ മിണ്ടത്തില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ എന്തൊരു സന്തോഷമായിരിക്കും. നമ്മളിങ്ങനെ മാറിക്കൊടുക്കും. അവർ വന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ കാണാൻ നമ്മൾ തന്നെ മാറിക്കൊടുക്കും. അപ്പം നമ്മളിങ്ങനെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹാളിൻ്റെ ചുറ്റുപാട് ഔഡി വണ്ടിയിലും BMW വന്നവരും സ്കോഡായിൽ വന്നവരും എല്ലാം ഇങ്ങനെ വലിയ വെള്ളയൊക്കെ ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന ബ്ലേഡ് പോലെ നിൽക്കുന്ന ഷർട്ടുമായിട്ട് വന്നവരിങ്ങനെ എത്തിയും കുത്തിയും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് മേല. അപ്പോൾ ഈശോ വീണ്ടും ചെയ്യുന്നു, മാതാവ് വീണ്ടും മേക്കപ്പ് ഇടുന്നു. നമുക്ക് തന്നെ ഒരു സന്തോഷം തോന്നി. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, ഗ്രൗണ്ടിൽ പോയി അവസാന ഒരുക്കങ്ങളൊക്കെ കാണാൻ വേണ്ടി അവിടെ ചെന്ന് കരം ഉയർത്തുകയും പിള്ളേരെ കളിപ്പിക്കാൻ
തോട്ടിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കുന്ന പോലെ ഒരൊറ്റ മഴ. ഓരോ മണിക്കൂർ സമയത്തേക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല പ്രിയപ്പെട്ടവരെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരും എല്ലാം ആകാശത്തേക്ക് നോക്കി പൂർണ്ണ വിശ്വാസത്തോടെ സ്തുതിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഴമേഘങ്ങൾ മാറിപ്പോട്ടെ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് തടസ്സം വരാതെ ആകാശ ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു, മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. നോക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ട് കണ്ണടച്ച് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറിപ്പോകട്ടെ, മാറിപ്പോകുമെന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇടയ്ക്കൊന്ന് കണ്ണ് തുറന്ന് നോക്കി. ഇപ്പം മാറിയില്ലെന്ന് മാത്രമല്ല, എൻ്റെ തലയ്ക്ക് മുകളിലോട്ട് എല്ലാം കൂടെ വന്നുകൊണ്ടിരിക്കുക. വാത്സല്യമുള്ളവരെ, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ചുറ്റുപാട് നിന്നവരെ കാണാനില്ല. അരമണിക്കൂർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ അവരും അടുത്തുപോയി. തന്നെയല്ല, എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല. വെള്ളളോവ ചെളി തെറിച്ച് കാവിളോവയായിട്ടിരിക്കുക. എൻ്റെ വാത്സല്യമുള്ള സഹോദരങ്ങളെ, പിന്നെ എന്നാ ചെയ്യാനാ? പോയി നല്ല മാനമായിട്ട് കുളിച്ചു. ഞാൻ നോക്കിയപ്പം ഞാൻ കരുതി വച്ചിരിക്കുന്ന ദശാംശം തോണ്ടാൻ വേണ്ടി വെച്ചിരുന്ന വട്ടയപ്പമെല്ലാം ശവശരീരം ഒഴുകിപ്പോകുന്ന പോലെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഒരൊറ്റ മനുഷ്യന് ചായ കൊടുക്കാനും പറ്റിയില്ല, വട്ടയപ്പം കൊടുക്കാനും പറ്റിയില്ല. ഞാൻ നോക്കിയപ്പം BMW കാറെല്ലാം വണ്ടി എടുത്തുകൊണ്ട് വീട്ടിൽ പോകണം. ഞാൻ പോയി കുളിച്ചു. ഇത് നടന്ന സംഭവമാണ് പ്രിയപ്പെട്ടവരെ. കുളിച്ചപ്പോൾ ശരിക്കൊന്ന് കരഞ്ഞ്, അല്ലെങ്കിൽ ചത്തുപോകുമായിരുന്നു. ചാർലി ചാപ്ലിൻ പറയുന്ന പോലെ കുളിക്കുമ്പോൾ കരയുന്നത് ആരും കാണില്ലല്ലോ. സകല ദൈവങ്ങളെയും വഴിച്ചോ അല്ലെങ്കിൽ വിഷമോ എന്താണെന്നറിയത്തില്ല, വല്ലാത്ത അവസ്ഥ. ഇറങ്ങി വരുമ്പം എല്ലാം കഴിഞ്ഞു. അപ്പോൾ പലരും പോയി. ഇപ്പോൾ പഴയ പള്ളി, പുതിയ പള്ളി, ഹാള്, സിമിത്തേരിയുടെ മറ അവിടെ കയറാണ്ടൊക്കെ നിപ്പുണ്ട്. മെല്ലെ മങ്ങി വരുന്നു. എല്ലാം പോയില്ല. കരഞ്ഞുകൊണ്ട് കുളിച്ചുകൊണ്ട് ഒരു ഫ്രീഡം, ഒരു സമാധാനം കിട്ടി. ഇറങ്ങി വന്ന് അപ്പോൾ ആരാണ്ടൊരു കൊച്ചൻ വന്നിട്ട് ലോവയുടെ അറ്റത്ത് പിടിച്ചിട്ട് ആകാശത്തോട്ട് ചൂണ്ടിക്കാണിച്ചു. ഞാൻ നോക്കിയപ്പം ഒരു മഴവില്ല്, അവൻ്റെ അപ്പൂപ്പൻ്റെ മഴവില്ല്. മനുഷ്യൻ ചങ്ക് കത്തി നിൽക്കുമ്പോഴാണ് അവൻ ഈ മഴവില്ലും കാണിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ നോക്കിയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു മഴവില്ലല്ല, ജീവിതത്തിൽ ഒരിക്കലേ ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. 2 മഴവില്ല് ഇരട്ടവറ്റതുപോലെ നീലമ്പേരൂർ പ്രദേശത്ത് കുട്ടനാട്ടിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം കാണുകയാണ്. 2 മഴവില്ല്. 7:40 നിങ്ങൾ ഓർക്കണം, സ്റ്റേജൊക്കെ മണ്ണ, അതൊക്കെ കുഴഞ്ഞു പോയി. സീറ്റ് കവറൊക്കെ നനഞ്ഞൊലിച്ച് എല്ലാം പോയി. നിങ്ങൾ രംഗമൊന്ന് ഓർത്ത് നോക്കി. 1.5 മണിക്കൂർ ഒന്നാന്തരം ഒരു മഴ പുതുമണ്ണിട്ട് ഉയർത്തിയ സ്റ്റേജിൽ വന്നൊക്കെ വീണാൽ അത് ഞാനീ പറയുന്നതിലും ഘോരമാണ്, ഇതിൽ പറയുന്നതിനപ്പുറത്താണ്. പക്ഷെ മഴ തോർന്നപ്പോൾ പെട്ടെന്ന് ഒരച്ഛൻ, ഒന്നും പറയാൻ ഇന്ന് നേരമില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേദന തന്ന ഒരച്ഛൻ, എനിക്ക് നന്ദിയേ ഉള്ളതിന്, എന്നെ ഒത്തിരി വേദനിപ്പിച്ച ഒരു സഹവൈദികൻ. നോക്കണേ, 2.5 വർഷം എനിക്ക് കിട്ടിയ വേദന തന്ന വേദനയോർത്ത്, എന്തുകൊണ്ടോ, എൻ്റെ നന്മയല്ല, എൻ്റെ അമ്മയിൽ നിന്ന് പഠിച്ചതുകൊണ്ടായിരിക്കാം, ഈ അച്ഛന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയം വെച്ച് സഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കണ്ടടാ, ആ അച്ഛൻ അന്ന് 7 മണിക്ക് എന്നെ വിളിച്ചിട്ട്, ഷാജി താനങ്ങനെ ഡെസ്പാ കണ്ടിടോ, മഴ തുറന്നിടോ, പ്രോഗ്രാം നടക്കട്ടെ. അപ്പം ഇച്ചിരി കമാൻഡിങ് പവറുള്ള ഒരാളാണ്. എനിക്ക് ഉള്ളിൽ ദേഷ്യം വന്നു, ഇനി എന്നാ നടക്കാനാ. പക്ഷേ ആ കമാൻഡ് ഒരു ദൈവശക്തി പോലെ വന്നിട്ട്, ചെല്ലടോ, സ്റ്റേജിലോട്ട് ചെല്ലടോ. ഓർക്കണം, 2.5 വർഷം മുമ്പ് എന്നെ കുത്തിക്കൊല വിളിച്ച ആളാണ്. പക്ഷെ 2.5 വർഷത്തെ എൻ്റെ ചെറു പ്രാർത്ഥനയാൽ ദൈവം ആ സമയത്ത് ഒരു കമാൻഡ് പോലെ ഈ അച്ഛനിലൂടെ പ്രവർത്തിച്ചിട്ട് ഞങ്ങൾ ഉടൻ തന്നെ കയറ്റുവാ മറിച്ച് വിരിച്ച് എല്ലാം സെറ്റ് ചെയ്ത്, കയറ്റുവാ കൊണ്ട് സ്റ്റേജിൽ വിരിച്ച് പൊട്ടാത്ത ലൈറ്റൊക്കെ സെറ്റ് ചെയ്തു. ഹെയറോസിൻ്റെ കൊട്ടാരമൊക്കെ ബേസ്ബോർഡല്ലേ, അതെല്ലാം ഒടിഞ്ഞു തൂങ്ങി, അതെല്ലാം കത്തിരിക്കേണ്ടതെല്ലാം കത്തിരിച്ച് കളഞ്ഞ് പെട്ടെന്ന് തോർത്തുകൊണ്ട് ലുങ്കി കൊണ്ടും എല്ലാ കസേരകളും നിവർത്തി വിട്ടു. പ്രിയപ്പെട്ടവരെ, BMW കാറൊക്കെ പോയെങ്കിലും സാധാരണ മനുഷ്യർ, എന്നിട്ടും 2500ഓളം കസേരകളിൽ നിരന്നു. 7:30 മണിക്ക് 7:45 ഷോ ആരംഭിച്ചു. ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ കരയാൻ തുടങ്ങി. ശുശ്രൂഷയുടെ സമയത്ത് എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അതാ ശരി. ഈ പ്രോഗ്രാം നടക്കുന്നതിനുള്ള സന്തോഷം കൊണ്ടൊന്നുമല്ല, ആനന്ദ കണ്ണീരൊന്നുമല്ല. ഞാൻ തന്നെ എഴുതി, എന്നെക്കൊണ്ട് തന്നെ ദൈവം എഴുതിപ്പിച്ച തമ്പുരാന്റെ പദ്ധതിയായ ആ ബൈബിൾ സ്ക്രിപ്റ്റിൻ്റെ ഓരത്ത് ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാതെ, ഞാൻ ഓർക്കുക പോലും ചെയ്യാതെ മുന്നമേ ദൈവം ഒരു മഹാരഹസ്യം ഒളിപ്പിച്ചു വെച്ചിരുന്നു. രംഗമിതാ ശ്ലീഹന്മാര് കേപ്പായുടെ നേതൃത്വത്തിൽ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുക, അമ്മേ, മേരി അമ്മേ,
നിന്റെ മകൻ എന്താ കുരിശിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നത്? ഇന്നലെയും അവനെ രാജാവാക്കാൻ എല്ലാവരും ശ്രമിച്ചതാ. അവനതിന് നിന്നു കൊടുക്കാൻ മേലായിരുന്നോ? അവൻ ഒഴിഞ്ഞു മാറിയിട്ട് ഒരു നറുപുഞ്ചിരിയോടെ കുരിശെന്നും സഹനമെന്നും ആകാശത്തേക്ക് നോക്കി പറയുന്നു, ഞങ്ങൾക്കൊരു വല്ലാത്ത സങ്കടം വരുന്നമ്മേ, ഇവൻ എന്തോ ഒരു 10 പൈസയുടെ കുറവുള്ളതുപോലെ തോന്നുന്നു. ചിലതൊക്കെ ഞാൻ ആഡ് ചെയ്തതാണ്. ഞങ്ങൾക്കൊരു സങ്കടം വരുന്നവനെ ഇവനല്ലാതെ വേറൊരു ഏതെങ്കിലും പൊട്ടൻ എല്ലാവരും കൂടി രാജാവാക്കാൻ ബഹളം വെക്കുമ്പോൾ നിന്നു കൊടുക്കാതിരിക്കുമോ? ഇവൻ സഹനമെന്നും മരണമെന്നും പറഞ്ഞ് ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു വല്ലായ്മ വരുന്നമ്മേ. അതിന് മറിയം പറയുന്ന ഉത്തരമായി, നിങ്ങൾ കേൾക്കണേ പ്രിയപ്പെട്ടവരെ, അതിന് മറിയം പറയുന്ന ഉത്തരമായി 4-5 മാസം മുമ്പ് എന്നെക്കൊണ്ട് ഞാൻ ചിന്തിക്കാതെ എഴുതിച്ചു വെച്ചിരിക്കുക. മറിയം പറയുക, വേദിയിൽ പ്രോഗ്രാം നടക്കുകയാ, ഇത് കേട്ടിട്ടാ ഞാൻ കരയുന്നത്. മറിയം പറയുക, ഓൾറെഡി റെക്കോർഡാ സ്ക്രിപ്റ്റ് എല്ലാം. മറിയം ചുണ്ടനക്കി അഭിനയിച്ചാൽ മതി. 2.5-4 മാസം മുമ്പ് എഴുതി റെക്കോർഡ് ചെയ്ത സ്ക്രിപ്റ്റിൽ ചിന്തിക്കാതെ ഞാൻ എഴുതി വെച്ചിരിക്കുക. ദൈവം എഴുതിപ്പിച്ച് വെച്ചിരിക്കുക. അമ്മ പറയുക, കേപ്പാ, ഇതിൻ്റെ എല്ലാം മുഴുവൻ അർത്ഥവും അമ്മയ്ക്ക് അറിയില്ല. എങ്കിലും അമ്മയ്ക്ക് ഒരു കാര്യം അറിയാം. എൻ്റെ മകൻ അറിഞ്ഞോ, എൻ്റെ മകൻ അനുവദിച്ചോ, നിന്റെ കണ്ണു നിറയാൻ ഇടവന്നാൽ, എൻ്റെ മകൻ അറിഞ്ഞോ, എൻ്റെ മകൻ അനുവദിച്ചോ, നിന്റെ മിഴി നിറഞ്ഞൊഴുകാൻ ഇടവന്നാൽ, നിന്റെ കണ്ണുനീര് തോരും മുമ്പ് നിന്റെ തലയ്ക്ക് മുകളിൽ ഒരു മഴവില്ലും കൂടി എൻ്റെ മകൻ നാട്ടുമെന്ന് നീ അറിഞ്ഞുകൊള്ളുവിൻ. പ്രിയപ്പെട്ടവരെ, ആ രാത്രിയിൽ ഞാൻ കാണുന്നത് ഒരു മഴവില്ലല്ല, 2 മഴവില്ലാണ്. കരഞ്ഞുകൊണ്ട് ഞാൻ തിരയുകയാണ്. അതിൻ്റെ അർത്ഥം എന്താണ് ഈ 2 മഴവില്ല്? ഒരു മഴവില്ല് എനിക്ക് മനസ്സിലായി. ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ ആഘോഷത്തോടെ ഈ വേദിയിൽ വീണ്ടും ഈ ഷോ നടക്കുന്നത് ഒരു മഴവില്ലാണ്, മഹത്വത്തിൻ്റെ മഴവില്ല്. എന്താ 2-ാം മഴവില്ല്? ശുശ്രൂഷ കഴിഞ്ഞ് 9:45 മണിക്ക് 10 മണിക്ക് ഗ്രൗണ്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം ജീവിതത്തിൽ 3 സ്വപ്നങ്ങൾ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് 18-20 വർഷങ്ങളായി. ഒന്ന്, ഒരു ബൈബിൾ വില്ലേജ്, ഇന്ത്യ കാണാത്ത ഒരു ബൈബിൾ വില്ലേജ്, ഒരു പ്രത്യേക ഒരു ഫീച്ചറുള്ള ബൈബിൾ വില്ലേജ്. ഒന്ന്, ഒരു മരിയൻ സിനിമ, അതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, മറൈൻ ഡ്രൈവിൽ ഒരു ഷോ. അപ്പോൾ മറൈൻ ഡ്രൈവിൽ ഒരു ഷോ ആയിരുന്നു ആദ്യത്തെ സ്വപ്നം. ഒരു ബൈബിൾ വില്ലേജ്, ഒരു മരിയൻ സിനിമ. പ്രിയപ്പെട്ടവരെ, നടക്കുമെന്നൊന്നും അറിയില്ല, വെറുതെ മോഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ 3 സ്വപ്നങ്ങളിൽ ഒന്നായ മരിയൻ സിനിമയ്ക്ക്, മറൈൻ ഡ്രൈവിലെ ബൈബിൾ ഷോയ്ക്ക് ആ രാത്രി വിറങ്ങലിച്ച് നിൽക്കുന്ന, കാറ്റേറ്റ് നിൽക്കുന്ന സമയത്ത് രാജേഷ് എന്നൊരു ചെറുപ്പക്കാരൻ വഴി ആദ്യത്തെ വാക്കുറയ്ക്കുകയും പിറ്റേ വർഷം ആലഞ്ചേരി പിതാവും 14 മെത്രാന്മാരും ഏകദേശം 900ഓളം സന്യസ്തരും ഏതാണ്ട് 200 വൈദികരും 14,000 ആളുകളും തിങ്ങി നിൽക്കുന്ന സദസ്സിൽ വെച്ച് ജീസസ് ദ സേവിയർ, യേശു രക്ഷകൻ എന്ന ബൈബിൾ ഷോ 520 ചില്ലുവാനും ആർട്ടിസ്റ്റുകളെ വെച്ച് പൂർത്തിയാക്കാൻ ദൈവം ഭാഗ്യം തരുന്നതിൻ്റെ 1 വർഷം മുമ്പ് എൻ്റെ സഹനത്തിൻ്റെ മഴവില്ലായി മുന്നടയാളം ദൈവം കാണിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാത്സല്യമുള്ളവരെ, നാം എല്ലാം കടന്നു പോകുന്നൊരു അനുഭവമാണിത്. അല്പകാലത്തേക്ക് വിവിധതരം സങ്കടങ്ങളാൽ നിങ്ങൾ കുലുങ്ങുമ്പോൾ നിങ്ങൾ കരയരുത്. പരീക്ഷകളെ അതിജീവിക്കുന്ന വിശ്വാസം തീയെ അതിജീവിക്കുന്ന സ്വർണത്തെക്കാൾ വലുതാണെന്ന് പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൽ 5-6 വാക്യങ്ങളിൽ പറയുന്നതിൻ്റെ പൊരുൾ നിങ്ങൾ അറിയണേ. അല്പകാലത്തേക്ക് തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നമ്മെ വിളിച്ച, അനുഗ്രഹിക്കാൻ മാത്രം അറിയാവുന്ന ദൈവം, 1 പത്രോസ് 5:10, തൻ്റെ നിത്യമഹത്വത്തിലേക്ക് നമ്മെ വിളിച്ച ദൈവം അല്പകാലത്തെ സങ്കടങ്ങൾക്ക് ശേഷം നമ്മളെ പൂർണ്ണരാക്കും, നമ്മളെ ശക്തരാക്കും, നമ്മെ സ്ഥിരീകരിക്കും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വിഷയം തീർക്കാൻ പറ്റാതെ ശുശ്രൂഷ തീരുന്നതിൽ മാനുഷികമായ വിഷമമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധ അമ്മയോട് പറയണം സഹനത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ പറഞ്ഞു തരാൻ.
ഓരോ സഹനവും നമ്മളെ പൂർണ്ണരാക്കും, നമ്മളെ സ്ഥിരീകരിക്കും, നമ്മളെ ശക്തിപ്പെടുത്തും. സങ്കീർത്തനം 78 എൻ്റെ ചിന്ത. സങ്കടങ്ങൾ എനിക്ക് ഭാഗ്യമായി, അതുവരെ ഞാൻ അബദ്ധത്തിലായിരുന്നു നടന്നത്. ഏശയ്യാ 38:17 ഇനി മറക്കരുത്. ഏശയ്യാ 38:17 എൻ്റെ കഠിന വേദന എനിക്ക് ഭാഗ്യമായി, അത് മുഖാന്തരം എൻ്റെ പാപങ്ങൾ നീ പിന്നാമ്പുറത്ത് വലിച്ചെറിഞ്ഞതുകൊണ്ട് ഇന്ന് ഞാൻ ജീവിക്കുന്നു. നമ്മുടെ ജയത്തിൻ്റെയും ജീവൻ്റെ മഹത്വത്തിൻ്റെയും പിന്നിൽ നീതിയിൽ ഒരു സഹനം ദൈവം ചോദിക്കുന്നതിൽ ഭയപ്പെടേണ്ട. അതെല്ലാം മഴവില്ലായി തെളിയും. വലതുകരം ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചടുതിയിൽ അല്പം നിർത്തിയാ പറഞ്ഞത്. ഈ കാര്യം അല്പം സ്പീഡിൽ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ എവിടെങ്കിലും എത്തിക്കാമായിരുന്നു. എങ്കിലും വെളിപാടിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യം, നിങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു വാക്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുക. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. അതുകൊണ്ട് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8-ാം വാക്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേട്ടിട്ട് പോയാലും നാളെയും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് പൊതുവെ ഇതാണ്: അൽഫോൻസാമേ, ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണമേ, എൻ്റെ സഹനം മാറിപ്പോകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളൊരു രഹസ്യം പറയാം. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ വെൽക്കം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ സത്താൻ കൊളുത്തിയ സഹനങ്ങൾ കെട്ടടങ്ങും. ഇതൊരു രഹസ്യമാണ്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ വരാൻ പ്രാർത്ഥിക്കേ. സകല വിശുദ്ധരും അതാ ചെയ്തത്. അൽഫോൻസാമ അടക്കം, കൊച്ചു ത്രേസ്യ സഹനങ്ങൾ ചോദിച്ചു. എല്ലാ വിശുദ്ധരും സഹനങ്ങൾ ചോദിച്ചു വാങ്ങുക എന്ന കാര്യം ഇന്ന് ക്രിസ്ത്യാനിക്ക് അറിയത്തേയില്ല. കാരണം മെഴുതിരി കത്തിച്ചും നേർച്ച കൊടുത്തും വല്ലച്ചാതി എണ്ണ കുന്തം വേണേൽ സംഭവിക്കട്ടെ, 50,000 രൂപയെങ്കിൽ 50,000 രൂപ ധ്യാന കേന്ദ്രത്തിനൊരു അരുളിക്ക വാങ്ങിക്കൊടുത്തേക്കാം. വല്ലച്ചാതി ഈ സഹനം പോകുന്നെങ്കിൽ പോകട്ടെ. സഹനത്തെ ഇങ്ങനെ അറപ്പ് കാണിച്ച് സഹനത്തിലൂടെയുള്ള അനുഗ്രഹം എല്ലാം ചോർന്നു പോവുകയാണ്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങൾ ചോദിച്ചു വാങ്ങുന്നതാണ്, മുന്നമേ അതിനൊരുങ്ങുന്നതാണ് മരിയ ഭക്തി. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരം വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു പരമരഹസ്യം. നിങ്ങൾ ഇന്നു മുതൽ ചിന്തിച്ചു നോക്ക്. ദൈവമേ, എനിക്കൊരു ഭീകര രോഗം വരുന്നത് ദൈവഹിതമാണെങ്കിൽ ഇത് സഹിക്കാനുള്ള ശക്തി മാത്രം മതി. അങ്ങനെ പറയുമ്പം സാത്താൻ വഴി വരുന്ന എല്ലാ തിന്മകളും വെൽക്കം സഫറിങ് എന്ന യേശുനാമത്തിൽ പറഞ്ഞാൽ തിന്മ തരുന്ന എല്ലാ സഹനങ്ങളും മാറിപ്പോകും. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ, കരം വീശി ഹല്ലേലൂയ. ഈ വാക്യം പെട്ടെന്ന് പഠിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വെളിപാടിൻ്റെ 5-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളാരും അത് ഒരു പക്ഷേ ഈ വചനം ആദ്യമാണ് കേൾക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. എന്തൊരു രഹസ്യമുള്ള വചനമാ! പുസ്തക ചുരുൾ വാങ്ങുവാനും അതിൻ്റെ മുദ്ര തുറക്കുവാനും കുഞ്ഞാടേ നിനക്ക് യോഗ്യതയുണ്ട്. പുസ്തക ചുരുൾ വാങ്ങുവാനും, വ്യാഖ്യാന പുസ്തകങ്ങൾ പഠിക്കാതെ അതിൻ്റെ മുദ്ര തുറക്കുവാനും പൊരുൾ അറിയുവാനും നീ യോഗ്യനാണ് കുഞ്ഞാടേ. കാരണം എന്താ? ഇവരെന്നാ എന്തുമാത്രം യോഗ്യത കിട്ടാൻ കാര്യം? എന്തെന്നാൽ നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ നീ വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. കാരണം എന്താ? എന്തെന്നാൽ നീ വധിക്കപ്പെട്ടപ്പോൾ, നീ മുറിഞ്ഞപ്പോൾ, നീ സഹനം രുചിച്ചപ്പോൾ, നീ മൂവുരു വീണ് മുഖം പൊട്ടും വ്രണങ്ങളിൽ തേരട്ടയെപ്പോലെ അള്ളിപ്പിടിച്ചപ്പോൾ, നിന്റെ അവസാനത്തെ അവകാശമായ ഉടുതുണി പോലും പറിച്ചെറിയപ്പെട്ടപ്പോൾ, ആ മഹാനിന്ദനത്തിൻ്റെ ചാട്ടുളി, ആ നിന്ദനത്തിൻ്റെ മുറിപ്പാടിൽ ചോര വിയർത്തപ്പോൾ, നീ വേദനയുടെ രക്തം, യാതനയുടെ രക്തം ഡോളർ പോലെ 2000-ന്റെ നോട്ടുകെട്ട് പോലെ അടുക്കി വെച്ചിട്ട് ഒരു BMW കാർ വാങ്ങാൻ ഷോറൂമിൽ ചെന്ന് 50 ലക്ഷം രൂപ കൊടുക്കുന്നത് പോലെ നീ വധിക്കപ്പെട്ട, നീ മുറിഞ്ഞ, നീ തകർന്ന നിമിഷങ്ങളുടെ രക്തം അനുഭവങ്ങൾ, ആ സഹനാനുഭവങ്ങളെല്ലാം രക്തമണികളായി, പളുങ്കുമണികളായി, പവിഴമണികളായി, നോട്ടുകെട്ടുകളായി, അമൂല്യ രക്തങ്ങളെ പോലെ കൊടുത്തിട്ട് സ്വർഗപിതാവിൻ്റെ ഷോറൂമിൽ നിന്നും ജനതകളെയും ഭാഷകളെയും രാജ്യങ്ങളെയും ലോകം മുഴുവനെയും
പണ്ടേ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 2 കരങ്ങളും ഉയർത്തി ഹല്ലേലൂയ. നമ്മുടെ പരാജയം ഇവിടെയാ. വഴിതെറ്റിയ എൻ്റെ മകനെ, പരസ്ത്രീ ബന്ധത്തിന് പോകുന്ന എൻ്റെ ഭർത്താവിനെ, വേണ്ട പോലെ എന്നെ മനസ്സിലാക്കാതെ സീരിയൽ അടിമയായ എൻ്റെ ഭാര്യയെ, എനിക്ക് ദ്രോഹം മാത്രം ചെയ്യുന്ന എൻ്റെ അയൽക്കാരനെ വില കൊടുത്തു വാങ്ങാൻ ദൈവം തരുന്ന പണത്തിൻ്റെ പേരാണ് സഹനം. വെറുതെ വിരുന്നുകൾക്ക് ശേഷം കല്യാണ വീടുകളിൽ മോരും അച്ചാറും ചോറും സാമ്പാറുമൊക്കെ കമഴ്ത്തിക്കളയുന്നത് പോലെ നമ്മളാരും സഹിക്കാഞ്ഞിട്ടല്ല, ആരും സഹനം രത്നം പോലെ സ്വർഗപിതാവിന് കൊടുത്തിട്ട്, കർത്താവേ ഈ രോഗം എനിക്ക് തരുന്ന ഈ മഹാവേദന നോട്ടുകെട്ട് പോലെ തന്ന് എൻ്റെ പിഴച്ച മകനെ ഞാൻ വിലക്കെടുക്കുന്നു. കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ എന്നോട് വിശ്വസ്തത കാണിക്കാത്ത എൻ്റെ ഭർത്താവിനെ വില കൊടുത്ത് വാങ്ങാൻ ഞാൻ എൻ്റെ ഈ വേദന വിലയായി സമർപ്പിക്കുന്നു. പണം കൊടുത്തു വാങ്ങും പോലെ സഹനം കൊടുത്തു വാങ്ങാൻ ഒരഭിഷേകം നമുക്ക് ചോദിക്കാം. നിങ്ങളത് ചെയ്തു തുടങ്ങുവിൻ. അതിൻ്റെ അല്പം ഞാൻ പണ്ട് ചെയ്തു, അങ്ങനെയാണ് എന്നെ വേദനിപ്പിച്ച അതേ വ്യക്തി ആ രാത്രിയിൽ, മണ്ണ് കുഴഞ്ഞ രാത്രിയിൽ, ചങ്ക് കുഴഞ്ഞ രാത്രിയിൽ, ആ രാത്രിയിൽ എൻ്റെ പള്ളിയുടെ ശുശ്രൂഷ 2ാമത് ബൈബിൾ ഷോ നടന്നപ്പം വേദിയിൽ ആദ്യം വന്നിട്ട് എന്നെക്കുറിച്ച് സ്നേഹത്തിൽ പൊതിഞ്ഞ് സത്യസന്ധമായി സംസാരിച്ചു. കാരണം 2.5 വർഷത്തെ നൊമ്പരങ്ങൾ വില കൊടുത്ത് ഞാൻ ആ വ്യക്തിയെ വാങ്ങിക്കഴിഞ്ഞു.